എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണും. ഗസ്റ്റ് ഇറങ്ങിയതിന്റെ ഒരു സന്തോഷം അല്ല സങ്കടം, ഇറങ്ങിയതിന്റെ സന്തോഷവും സങ്കടം എന്താ അറിയണ്ടേ? ഇറങ്ങിയ സമയത്ത് ലാലേട്ടനെ കാണുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ ഒന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റിയ ലാലേട്ടൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു എവിക്ഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു എവിക്ഷൻ ആയിപ്പോയി. അപ്പം അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ അവിടെ പറഞ്ഞ പോലെ, ഇത് ഗെയിമാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് എന്റെ ബിഗ് ബോസ് എന്ന മഹാലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞു. അപ്പം 2 ആഴ്ചയോടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ഈ എവിക്ഷൻ ഈ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ആൾക്കാർ വരെ പറയുന്നുണ്ട്, പ്രേക്ഷകരും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ പ്രേക്ഷകരായിരുന്നു എനിക്ക് വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്നാ ചെയ്യാഞ്ഞേ? ചെയ്തിരുന്ന കുറച്ചുകൂടി ദിവസം എനിക്ക് നിൽക്കാറുണ്ടല്ലോ. അപ്പം കൂടുതലൊന്നും പറയാനില്ല. വിധി ചിലപ്പോൾ അതായിരിക്കും. എന്തായാലും സ്വപ്നം കണ്ട പ്ലാറ്റ്ഫോം ആയിരുന്നു. 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. വീട്ടില് ഞാൻ ഫോണൊക്കെ എനിക്ക് കുറച്ച് മുന്നേ കിട്ടിയതേ ഉള്ളൂ. വീട്ടുകാരെ വിളിച്ചു. അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ബട്ട് ഇതും കടന്നു പോയിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എല്ലാരെയും ഞാൻ കാണാം. നമുക്ക് എല്ലാരെയും കാണാം, സംസാരിക്കാം. ആദ്യത്തെ ആഴ്ചയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവിടെ, രണ്ടാമത്തെ വീക്കിൽ ആക്റ്റീവ് അല്ലാത്ത ഞാൻ ബേസിക്കലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അവിടെ ഞാൻ ഇപ്പൊ എങ്ങോട്ടാ അവിടെ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചിരുന്നു. ആവശ്യമുള്ള സമയത്തൊക്കെ ശബ്ദം ഉയർത്തിയിരുന്നു. അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ അടുത്തുള്ളൊരു സംഭവം വെച്ചാൽ ഈ അനീഷിനെതിരെ ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് അനീഷിനെതിരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിൻസിയോ അനീഷിനെതിരെ ഒരു ഭയങ്കര ടോക്ക് ഉണ്ടായി. അതുകൊണ്ടൊക്കെയാണ് പുറത്തായി എന്ന് വിചാരിക്കുന്നത്? ഇല്ല, അങ്ങനൊന്നും വിചാരിക്കുന്നില്ല. പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കണമല്ലോ. ഇപ്പൊ അനീഷ് അല്ല ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും. അതിന്റെ പേരിൽ മാത്രം ഒരാളെ ബിഗ് ബോസ് ഔട്ട് ആക്കുമെന്ന് അല്ലെങ്കിൽ പ്രേക്ഷകരെ വോട്ട് ചെയ്ത് ഔട്ട് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരത് ബ്രോ ഭയങ്കര എഫോർട്ട് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓഫ് കോഴ്സ് അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ശരത് ബ്രോ ആയിട്ട് 2-3 ദിവസമായിട്ട് ഒരു ചങ്ക് വൈബ് ഉണ്ടായിരുന്നു. ശരത് ബ്രോ ആണെങ്കിലും അക്ബറിക്കൊക്കെ ആയിട്ടാണെങ്കിലും മേ ബി അതുകൊണ്ടാവാം. പുറത്ത് ഈ അക്ബറും ശരത്തും കൂടി ഈ അയൽക്കൂട്ട പരിപാടിയാണെന്ന് പറഞ്ഞ് പുറത്ത് ഭയങ്കര കമന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ അയൽക്കൂട്ടത്തിൽ കൂടിയത് കൊണ്ടാണ് ബിൻസി പെട്ടെന്ന് പുറത്തു പോകാൻ കാരണം എന്ന് പറയുന്ന ആൾക്കാർ. ആദ്യം അയൽക്കൂട്ടം എന്ന് പറഞ്ഞ ആൾക്കാരോട് ചോദിക്കുക എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ച്. അപ്പം സോറി. അല്ല, ബിൻസി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പം അവിടെ ഇത്രയും പോലെ ആക്റ്റീവ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ലാൻഡ് ചെയ്തതേ ഉള്ളൂ, ജസ്റ്റ് ലാൻഡഡ്. നമുക്ക് കാണാം, സംസാരിക്കാം. ലവ് യു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടി, പക്ഷെ അത് ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഇറങ്ങി വന്നു. അപ്പം അതിനെന്താണ് പറയാനുള്ളത്? ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ എത്തി നിൽക്കാൻ പറ്റി. അത് തന്നെ ഭയങ്കര ഒരു ലൈഫിലെ ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്നതാണ് എനിക്ക്. സോ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇനിയും ഇതിലും വലിയ അത്ഭുതങ്ങൾ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് എനിക്ക്. അതിനുവേണ്ടിയുള്ള എന്റെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും. സ്ത്രീകൾക്ക് എതിരെ ഈ അക്ബറിന്റെ ഒരു ഭയങ്കര പ്രസ്താവന ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ അത് പുറത്ത് ഭയങ്കര ചർച്ചയായിട്ടും ലാലേട്ടൻ പേര് അത് എപ്പിസോഡ് പറഞ്ഞു. ആദ്യം പുറത്ത് എന്തൊക്കെയാ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണും. സ്ത്രീയെ ഒരു സെപ്പറേറ്റ് ടാങ്കിൽ നിന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആർജെ ബിൻസി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അതൊക്കെ നമുക്ക് പറയാം. ഞാൻ വരും, നമ്മളെല്ലാരും കാണും, സംസാരിക്കും. ഓക്കെ, ഇത്ര നേരം കാത്തുനിന്ന് ആര് കപ്പടിക്കാൻ അല്ലെങ്കിൽ ആര് ഒരു ഫൈനൽ 5 ആരെത്തുന്നാണ് ബിൻസിക്ക് പറയാനുള്ളത്? ഇതിപ്പോ ഒരു മിനി ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞല്ലോ. ഇനി ഇതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, സംസാരിക്കാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. മൈക്ക് വെച്ച് ഞാൻ കീഴടങ്ങാണ്. ഗൈസ് പിടിക്കേ. ബിൻസിക്ക് ശരിക്കും വിഷമമുണ്ടല്ലോ മനസ്സിൽ പെട്ടെന്ന് ഇറങ്ങി വന്നതിന്? ചെറിയൊരു വിഷമമുണ്ട്. ചെറുതല്ല, ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു. ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആളാണ്. ഇങ്ങനൊന്നും എന്നെ തളർത്താൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ തളരത്തില്ല. ഇല്ലില്ല, ഒട്ടും. ഇത്രയും ക്യാമറ കൊണ്ട് വെച്ച് അതിന്റെ ഫ്ലാഷ് ഓൺ ആക്കി എന്നെ ചൂടടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ കരയിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഞാൻ ഇപ്പം അകത്തുള്ള ആൾക്കാരെ ഈ കൂടുതലുള്ള കണ്ടസ്റ്റന്റിനെ പറ്റി എന്താ പറയുക? ആരൊക്കെ ചങ്ക് പോലെ നിന്ന്? എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. നിങ്ങളെ കുത്തിയിരുന്ന് കണ്ടിട്ട് വോട്ട് ചെയ്യണം, ഇഷ്ടമുള്ളവരെ വിജയിപ്പിക്കണം. ബൈക്ക് പിടിക്കൂ. ഓക്കെ, ഓട്ടെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ പറയും. അറിയോ? ബൈ 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 ബൈ.